Hi friends, welcome back. It's Cozy Wine and ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പേര് SHAZMIN Cozy Wine Malayalam. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിൽ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാണെങ്കിൽ ഡിസോപ്പ് ആൻഡ് പെപ്പർ എക്സ്പെരിമെൻ്റ് എന്നും കൂടി പറയാം. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഒരിക്കൽ കൂടി നന്ദി, നിങ്ങളെല്ലാം നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പലരും പറഞ്ഞ് ഈ വെയിലുണ്ടായതുകൊണ്ട് ഇന്നെ അത്ര ക്ലിയറായി കാണുന്നില്ല, സാധനങ്ങളും കാണുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇപ്പോൾ രാത്രി നല്ല വെളിച്ചം, ഇവിടെ നല്ല ലൈറ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു പ്ലേറ്റാണ്. ഈ കുഴിയുള്ള പ്ലേറ്റ് ആകുമ്പോൾ നല്ലതാണ്, വെള്ളം കണ്ടെയ്ൻ ചെയ്യാൻ നല്ല സിമ്പിളായിട്ട് കണ്ടെയ്ൻ ചെയ്യും. പിന്നെ നമുക്കൊരു സ്പൂണാണ് ആവശ്യം. സന്തൂറിൻ്റെ ഇത് ഹാൻഡ് വാഷ് ആവശ്യമുണ്ട്. ഹാൻഡ് വാഷ് അല്ല ശരിക്കും യൂസ് ചെയ്യേണ്ടത്, പക്ഷേ ഹാൻഡ് വാഷിൽ ആ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു കെമിക്കൽ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഹാൻഡ് വാഷ് ആയതുകൊണ്ട് നമ്മൾ കൈ ക്ലീനാക്കും, മറ്റേത് ഡിഷ് ആണെങ്കിൽ ഡിഷുകൾ ക്ലീനാക്കും, അത്രേ ഉള്ളൂ. പിന്നെ ആവശ്യമുണ്ട് പെപ്പറാണ്. പെപ്പറിൻ്റെ ആ ഒരു തന്നെ എടുത്തുകൊണ്ട് കൊടുക്കുന്നതാണ്. പിന്നെ ജീരകം ആണ് കേട്ടോ, ജീരകമാണ്. ജീരകമൊക്കെ ഹൈഡ്രോഫോബിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് അത് അങ്ങനെ വെള്ളത്തിനോട് ഡിസോൾവ് ആവത്തില്ല. പിന്നെ നമുക്കൊരു ബൗൾ ഓഫ് വാട്ടർ വേണം. ഇതിൻ്റെ ഉള്ളിലാണ് ഇതാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഈ ഒരു പ്ലേറ്റ് ആവശ്യമുണ്ട്. ഇതൊരു ശാസ്ത്രം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ബൗൾ ഓഫ് വാട്ടർ ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കണം. ഇത് നിറയോ എന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നിറച്ചിട്ടുണ്ട്. ഫുൾ വെള്ളമില്ല, എന്നാലും നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പെപ്പറിൻ്റെ ഇതുണ്ടോ, അത് നമ്മൾ കുറച്ച് സ്പൂണിൽ ആക്കിയിട്ട് ഇങ്ങനെ വെതറുകയാണ്. ഇതിങ്ങനെ ആക്കിയാൽ ചിലപ്പം ഇതാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞാൻ വെള്ളം മൊത്തം ഇതിലാക്കി ആ പെപ്പറൊക്കെ സ്പ്രെഡായിട്ടുണ്ട്. ഇത് റിസർച്ചിൽ പറഞ്ഞിട്ടുള്ളത് ലെസ് പെപ്പർ, അതായത് ഹൈഡ്രോഫോബിക്കിൻ്റെ സബ്സ്റ്റൻസ് നിങ്ങൾ എത്ര കുറച്ചാണ് അത്രയും വാട്ടർ മോളിക്യൂൾസ് അതിനെ നീട്ടിക്കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്നും സോപ്പ് ഉപയോഗിക്കുന്നില്ല. ആദ്യം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇതാകുന്നത്. നോക്കിക്കോ, ഇതിങ്ങനെ ആക്കിയിട്ട് ഇതെൻ്റെ കയ്യുമ്മൽ വരെ പറ്റി പിടിച്ചിട്ടുണ്ട്, കണ്ടാവും, ഒരു വ്യത്യാസമില്ല. ഇനി ഞാൻ അതേ തന്നെ ഹാൻഡ് വാഷ് കൈമൽ ആക്കുന്നുണ്ട്. ഈ ഒരു ഇത് മതി. എന്നിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ ഫിംഗർ നല്ലതാക്കിയിട്ടുണ്ട്, കാണാൻ കഴിയുന്നുണ്ടോ? ഇനി നമ്മൾ ഇതാക്കാൻ പോട്ടോ. ഉണ്ടോ എത്ര ഇതിലാണ് ഇതാകുന്നത്? നമ്മൾ ജീരകം വെച്ചിട്ടുള്ളതും കൂടി കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ജീരകത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണം. രണ്ടും ഒരേ റിസൾട്ട് തന്നെ തരില്ല, പക്ഷേ നിങ്ങൾക്ക് രണ്ട് സാമ്പിളായിട്ട് കാണിച്ചു തരാമെന്ന് മാത്രം ഉള്ളൂ. സോ നമുക്കിത് ഒഴിവാക്കട്ടോ. ഈ പെപ്പർ ആവശ്യമില്ല, ഈ ജീരകം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ജീരകം നമ്മുടെ സ്പൂണിൽ കൊടുക്കുക, കുറച്ച് മതി കേട്ടോ. ജീരകം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നില്ല, പൊന്തിങ്ങാണ്ടാണ്. ഹൈഡ്രോഫോബിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഇതിപ്പോൾ അത്ര ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം, കൈ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്നും ആവുന്നില്ല, കൈമേൽ ജീരകം ഒട്ടിയെന്നല്ലാതെ വേറെ ഒന്നും ആവുന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഹാൻഡ് വാഷ് എടുത്ത് ഇതാക്കിയിട്ടുണ്ട്. റബ്ബ് ചെയ്ത് വെള്ള കളർ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ടോ, നീങ്ങുന്നുണ്ടോ?
നീങ്ങുന്നുണ്ടോ? അതാണ് ഇതിൻ്റെത്. അപ്പം നമുക്ക് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നതാണ്, എന്നിട്ട് ഞാനത് പറയാം. അപ്പോൾ ഈ ഒരു ഇത് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോഫോബിക് സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനെ പേടിയില്ലാത്ത ഒരു ഇതാണ്. അതായത് വെള്ളത്തിനെ പേടിയുള്ള ഒരു സബ്സ്റ്റൻസാണ്. അതായത് വെള്ളത്തിന് പേടി ഉണ്ടായതുകൊണ്ട് അത് ഡിസോൾവ് ആവത്തില്ല വെള്ളത്തിൽ, അങ്ങനത്തെ സബ്സ്റ്റൻസാണ്. അപ്പോൾ അതുകൊണ്ട് പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു ഹാൻഡ് വാഷിലൊരു കെമിക്കലുണ്ട് ക്ലീൻ ആക്കുന്ന. ആ ഒരു കെമിക്കൽ 360 ഡിഗ്രി എന്നുള്ള ആ ഒരു ഇതിൽ വന്നുകൊണ്ട് ഇതാക്കുകയും ആ ഒരു ഇതിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, വെള്ളത്തിൻ്റെ വാട്ടർ മോളിക്യൂൾസ്, അതാണ് വലിയുന്നത്. ആ ഒരു വാട്ടർ മോളിക്യൂൾസ്, എല്ലാ വാട്ടർ മോളിക്യൂൾസും ഈ ഒരു പെപ്പറായാലും ജീരകമായാലും ഏത് ഹൈഡ്രോഫോബിക് സബ്സ്റ്റൻസ് ആയാലും അതിനെ ഗ്രാബ് ചെയ്തെടുക്കും. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് വലിയുമ്പോൾ ഇതിനെയും കൂടി കൂട്ടി വലിയും. അതിനാണ് ഞാൻ ഈ സാമ്പിൾസുകളൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ ഇതേപോലത്തെ എക്സ്പീരിമെൻറ്റ്സ് ഏത് വീഡിയോ ആണ് ഞാനിടും, അൺബോക്സിങ്, അങ്ങനെ പല വീഡിയോസ് ഞാനിടും. അപ്പോൾ അതെല്ലതും ഇങ്ങനെ ഓരോരോ വിധിയിലായിട്ട് വരും. പിന്നെ എക്സാം ആയതുകൊണ്ടാണ് പിന്നെയും കുറച്ച് ഇതില്ലാതാക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ഇതിലൊന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അവളെ ലിങ്ക് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോസ് ഇടും. പിന്നെ ഇതിലൊരു കെമിക്കലുണ്ട്, ഞാൻ പറഞ്ഞ പോലെ 360 ഡിഗ്രീൻ്റെ. അപ്പോൾ എല്ലാവരും സോപ്പും സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്. കാരണം ജേംസിനെ ഭയങ്കര പെട്ടെന്ന് അത് ഈ ഒരു കെമിക്കൽ സ്പ്രെഡായി അതിനൊക്കെ കൊല്ലുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, വിയർ മാസ്ക്സ്, പിന്നെ യൂസ് സാനിറ്റൈസർ എവറി ടൈം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, hit the bell icon. Okay, bye.